ഒക്കെ മുസ്ലിം നിവാസിയുടെ ഹദീസിലുള്ളതാണ്. അവിടെ ഇരുന്ന് ചെല്ലിക്കൂടെ? നല്ലതല്ലേ? മാത്രല്ല സലാം വീട്ടി അവിടെ നിന്ന് ആയത്തിൽ കുറിച്ച് അള്ളാഹുല അവസാനം വരുന്നില്ല. സുബൈക്കും മഗ്രിബിനും കാല് തിരിച്ചിരിക്കുന്നതിന് മുമ്പ് 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു ശരീക്കല, 7 പ്രാവശ്യം അല്ലാഹു അക്ബർ ചൊല്ലുക. ഇതൊക്കെ ചൊല്ലിയാൽ അതിമഹത്തായ പ്രതിഫലം പ്രവാചകർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അബൂ ദാവൂദിന്റെ റിവായത്തിലുണ്ട്, ഇമാം നസായിയുടെ റിവായത്തിലുണ്ട്. അതൊക്കെ തന്നെ ഇപ്പൊ സാധാരണ ചൊല്ലി വരാറ്. ഹദീസിന്റെ കിതാബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, ജാമിഉ തുർമുദി, സുനൻ അബീ ദാവൂദ്, സുനൻ നസായി, സുനൻ ഇബ്നു മാജ. ഹദീസിന്റെ കിതാബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഹദീസിന്റെ കിതാബുകളിൽ വന്ന പരാമർശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സമ്പ്രദായങ്ങളാണ് സുന്നികൾക്കിടയിൽ നിസ്കാരാനന്തരം ഇന്ന് കണ്ടുവരുന്ന ചൊൽത്തുകളൊക്കെ. ഈ ഹദീസിന്റെ കിതാബുകൾ പഠിക്കാനോ മുതാലാ ചെയ്യാനോ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ചില ആളുകൾ പരമസാത്വികരോ ശുദ്ധന്മാരോ ആയ വേറെ ചിലരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാണ് വിമർശകരുടെ മുഖം. ഇനി അവിടുന്ന് ദുആ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയെ കുറിച്ച് ഇമാം സുഹൂദി തങ്ങൾ അദ്ദേഹത്തിന്റെ കിതാബിലൊക്കെ 1 വോള്യം 37-38 പേജുകളിൽ നിസ്കാരാനന്തരം മഅ്മൂമീങ്ങളെ കൂടി ഉൾപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടു പ്രാർത്ഥന തന്നെയാണ് നടത്തിയിരുന്നത് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ കാണും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിനാ വഫീ മുദ്ദിനാ വഖാഇനാ എന്നീ പ്രകാരം തങ്ങൾ പ്രാർത്ഥിച്ചതായി. നിസ്കാരാനന്തരം മഅ്മൂമീങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് തങ്ങൾ ദുആ ചെയ്തത്. കൂട്ടു പ്രാർത്ഥന നടത്തിയത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവസാനത്തെ കള്ളിക്ക് പറയും എന്നാ ഫത്തുൽ മീലുണ്ടല്ലോ എഴുന്നേറ്റ് പോകാൻ. എവിടെയാണ് കൂടുതൽ ഫത്തുൽ മീലുണ്ട് എന്താണുള്ളത്? അമ്മൽ ഇമാമു ഇദാ തറക്കൽ ഖിയാമ അല്ലദീ ഹുവ അഫ്ളു ഫല്ലഫ്ളു യഅൽ യമീനിഹി ഇലൽ മഅ്മൂമിന വയസാരിഹി ഇലൽ ഖിബ്ലത്തി. അമ്മൽ ഇമാമു, അപ്പോൾ ഇമാമു. ഈ അമ്മൽ ഇമാമു എന്ന് പറയുമ്പോൾ അമ്മന്റെ മുമ്പുള്ളത് പരിശോധിക്കണം. അപ്പോഴേ അമ്മക്ക് പ്രസക്തി ഉണ്ടാകൂ. എന്താ അമ്മൽ ഇമാമു പറഞ്ഞതിന്റെ താല്പര്യം? അതിന്റെ മുമ്പ് പറഞ്ഞത് തനിച്ച് നിസ്കരിക്കുന്ന ആളും മഅ്മൂമും സലാം വീട്ടി കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ശ്രേഷ്ഠം അത്തവജ്ജുഹു നഹവൽ ഖിബ്ലയാണ്. തനിച്ച് നിസ്കരിക്കുന്ന ആളും മഅ്മൂമും സലാം വീട്ടിയാൽ അവർക്ക് ഏറ്റവും ശ്രേഷ്ഠം അത്തവജ്ജുഹു നഹവൽ ഖിബ്ലയാണ്. ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കലാണ്. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞിരിക്കണ്ട, ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കലാണ് അവർക്ക് ഏറ്റവും ശ്രേഷ്ഠം. അത് പറഞ്ഞ ശേഷം പറഞ്ഞു അമ്മൽ ഇമാം. കാരണം അതിന്റെ മുമ്പ് തനിച്ച് നിസ്കരിക്കുന്നവന്റെ മഅ്മൂമിന്റെ കാര്യമാണ് പറഞ്ഞത്. അമ്മൽ ഇമാമു, അപ്പോൾ ഇമാമ് ഇദാ തറക്കൽ ഖിയാമ അല്ലദീ ഹുവ അഫ്ളു, ഇമാമിന് ശ്രേഷ്ഠമായ ഖിയാമിനെ ഉപേക്ഷിച്ചാൽ. ഇമാമിന് ശ്രേഷ്ഠമായ ഖിയാമന ഏതിനേക്കാൾ ശ്രേഷ്ഠം? ഇദാ തറക്കൽ ഖിയാമ അല്ലദീ ഹുവ അഫ്ളൂന, ഹുവ അഫ്ളൂന എന്ന ഏതിനേക്കാൾ ശ്രേഷ്ഠം. വഅഫഅല തഫ്ളീലി സിൽഹു അബദ തഖദീറൻ ഔ ലഫളൻ ബിമിൻ ഇൻജുരിദ. وأفعل التفضيل صله أبدا تقديرا أو لفظا بمن جردا. അഫ്അൽ തഫ്ളീലിനോട് നീ ചേർത്ത ഒരു മിന്നിനെ തഖ്ദീറിൽ അല്ലെങ്കിൽ ലഫ്ളിൽ എപ്പോ ഇൻജുരിദ. അഫ്അൽ തഫ്ളീൽ മുജറദാണെങ്കിൽ മുളാഫോ മുഹല്ലാബിയല്ലോ അല്ലെങ്കിൽ ഇവിടെ മുജറദാണ്. അല്ലദീ ഹുവ അഫ്ളു അതിൽ അൽകലാമില്ല, അതുകൊണ്ട് അതിന്റെ ശേഷം ഒരു മിന്ന് വേണം. ഏതിനേക്കാൾ 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 ശ്രേഷ്ഠമായ ഖിയാമ് നേരത്തെ പറഞ്ഞ അത്തവജ്ജുഹു നഹവൽ ഖിബ്ലയേക്കാൾ ശ്രേഷ്ഠമായ ഖിയാമിനെ ഇമാമ് ഉപേക്ഷിച്ചാൽ ഫല്ലഫ്ളു, ഇമാമിന് ഏറ്റവും ശ്രേഷ്ഠമായത്. അവിടെ ഏതിനേക്കാളും വേണ്ട ഫല്ലഫ്ളു എന്നാ മുഹല്ലാബിയല്ല. ഇമാമിന് ഏറ്റവും ശ്രേഷ്ഠമായത് ഇമാമിന്റെ വലതു ഭാഗത്തെ ആക്കലാണ് ഇലൽ മഅ്മൂമിന, മഅ്മൂമികളിലേക്ക്, വയസാരിഹി തന്റെ ഇടതു ഭാഗത്തെ ഇലൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്കും. ആ ഫത്തുൽമീലുള്ള ഇമാമിന്റെ 3 അവസ്ഥ: 1 അത്തവജ്ജുഹു നഹവൽ ഖിബ്ല, 2 ഖിയാമ്, 3 മഅ്മൂമികളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. 3 അവസ്ഥ ഇമാമിനെ കുറിച്ച് പറഞ്ഞു. ഈ അത്തവജ്ജുഹു നഹവൽ ഖിബ്ല ഇമാമിനെ കുറിച്ച് പറഞ്ഞു എന്ന് ഗ്രഹിക്കുന്നത് ഏത് ഇബാറത്ന? അല്ലദീ ഹുവ അഫ്ളു എന്ന് പറഞ്ഞ ഇബാറത്ന മുജറദാണ്. കാരണം ഏതിനേക്കാൾ
മൂന്നവസ്ഥയിൽ ഇമാമിന് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? ചർച്ച ഫിഖിന്റെ കിതാബിൽ പൊതുവായുള്ള ചർച്ച. അതുകൊണ്ട് സലാം കിട്ടിയിട്ട് ഉടനെ എഴുന്നേറ്റ് പോകണമെന്ന് പറയാന് പ്രമാണങ്ങളുടെ പിമ്പലോ അല്ലെങ്കിൽ ഫിഖിന്റെ കിതാബുകളുടെ അനുകൂലമൊന്നും അതിനില്ല. തിരക്കുണ്ടെങ്കിൽ വേറെ വല്ല ഏർപ്പാടുണ്ടെങ്കിൽ തിരിപ്പോയി വേറെല്ലോരം കൊടുക്കണ്ട, വേറെല്ലോരം കൊടുക്കണ്ട. നന്മ ചെയ്യുന്നത് മുടക്കാനായിട്ട് പാർട്ടി ഉണ്ടാക്കുന്നതിനാ പൊന്നാര ഹരീഫന്മാരെ. വല്ല മനുഷ്യന്മാരും നിൽക്കുന്ന തൊഴിൽ ചെല്ലുകയാണെങ്കിൽ ചെല്ലിക്കോട്ടെ. നല്ല കാര്യങ്ങൾ മുടക്കാനായി പാർട്ടി ഉണ്ടാക്കണ്ട. ഏതെങ്കിലും ദുർബുദ്ധിക്കാരൻ പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ വേറെയുള്ളവർ അതിനോട് സഹകരിക്കണ്ട. തിരിച്ചു കൊടുത്താൽ ബുധനാശയക്കാർക്ക് പല്ല് കാണിക്കാൻ പാടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, സലാം പറയണ്ടെന്നല്ല പറഞ്ഞു. തിരിച്ചു കൊടുത്താലും ഒഴിവാക്കലേക്ക് കൂടാൻ പോകണ്ടാവും. നമുക്കിതിനെ കുറിച്ച് വ്യക്തമായ സമീപനമുള്ള പൂർവികമായി നൂറ്റാണ്ടുകളായി നിലനിന്ന് വരുമ്പോൾ അതിനെ വിമർശിക്കുന്നത് 100 വട്ടം ആലോചിച്ചു വേണമെന്ന് ഞാൻ പലതവണ ആവർത്തിച്ച് പറയാനുള്ള കാരണം ആലോചിച്ചു വേണം, ധൃതി വേണ്ട. ഷർട്ട് മാറുന്ന ലാഘവത്തോടെ ആശയം മാറ്റണ്ട, ആലോചിച്ചു വേണം. ഇനി അത് മാത്രമല്ല, ഒരു വിതരണി പ്രവർത്തനക്കാർ പ്രദേശത്ത് വന്നാൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല. ഒന്ന്, അവർ പുതുതായി മദ്രസ ഉണ്ടാക്കാൻ ശ്രമിക്കും. 2, പള്ളി വേറെ ഉണ്ടാക്കാൻ ശ്രമിക്കും. എന്തിനാണ് ഈ വിഭജനം? ഭിന്നിപ്പ് ശാശ്വതീകരിക്കാനുള്ള ശ്രമം. ഏതെങ്കിലും വിധേന പറഞ്ഞ് അവസാനിപ്പിച്ചാണെങ്കിൽ അതൊരു ഫെയറാണ്. അതിന് അവസരം ഉണ്ടാകരുത് എന്നുള്ള ദുഷ്ടലാക്കോട് കൂടിയാണ് വേറെ സ്ഥാപനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. മാത്രമല്ല, ഇതൊക്കെ വേറെ ഉണ്ടാക്കുന്നതിന്റെ ഒരു ദുരിതം അല്ലെങ്കിൽ ഒരു അനന്തര ഫലം എന്താണ്? അപ്പൊ മദ്രസകളൊക്കെ വേറെ ഉണ്ടാക്കുമ്പോൾ അവർ കാര്യമായി പറയാറുള്ള ന്യായം എന്താണ്? സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസകളിൽ നിന്ന് ഖുർആനൊന്നും അർത്ഥസഹിതം പഠിക്കാനുള്ള സൗകര്യം കിട്ടില്ല. വേറെയുള്ളവരുടെ മദ്രസയിൽ വിനയക്കാരുടെ മദ്രസയിൽ അർത്ഥസഹിതം പഠിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഇങ്ങനെ സാധാരണക്കാരെ പറയുന്നു, അവിടെ അർത്ഥം പഠിച്ചിട്ടുണ്ട്, ഇവിടെ അർത്ഥം പഠിച്ചിട്ടില്ല. ഞങ്ങൾ വളരെ ആലോചിച്ചും സൂക്ഷിച്ചുമാണ് പാഠ്യപദ്ധതി തയ്യാറാക്കിയത്. എങ്ങനെ? ഓരോരുത്തരുടെ പ്രായത്തിന് മാനസിക വളർച്ചക്കനുസരിച്ചുള്ള പാഠ്യപദ്ധതി മനഃശാസ്ത്രപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് തയ്യാറാക്കുന്നത്. മനുഷ്യന് ശാരീരികമായ വളർച്ചക്കനുസരിച്ചുള്ള ആഹാരമാണ് ആരും നൽകുക. ആരും അങ്ങനെ നൽകുക. ജനിച്ച ഉടനെ മുന്തിയ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കാരും ബിരിയാണി കൊടുക്കാറില്ല. പ്രസവിച്ചോടെ ബിരിയാണി കൊടുക്കലുണ്ട്. എന്താ കൊടുക്കാത്തത്? അവന്റെ ആമാശയം, അവന്റെ ശരീരം ദഹനപ്രായം പ്രാപിച്ചിട്ടില്ല, അവിടെ കൊടുക്കാത്തത്. ഉമ്മാന്റെ മുലപ്പാൽ മാത്രമേ കൊടുക്കൂ. ദഹനപ്രായം പ്രാപിച്ചിട്ടില്ല. ഇത് ശരീരത്തിന്റെ അവസ്ഥ ആർക്കും അറിയാം. ഈ അവസ്ഥ മനസ്സിനുണ്ട്. മാനസികമായ വളർച്ചക്കനുസരിച്ചുള്ള എളിമ കൊടുക്കുന്നത്. ദഹിക്കാവുന്ന ഞാൻ ഇപ്പൊ നിങ്ങളെ ഉണ്ടെന്ന് ഹയൂലിയും സൂറത്തും ചർച്ച ചെയ്താൽ എന്ത് ഹയൂല് ചാത്തപ്പനന്റെ മത്സരമായി ഞാൻ മൂല്യന്മാർക്ക് ഹയൂലിയും സൂറത്തും തീരാത്ത കോലത്തേക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പൊ സാധാരണക്കാരുടെ മുമ്പിൽ ഹയൂലിയും സൂറത്തും ചർച്ച ചെയ്താൽ അതല്ലെങ്കിൽ കുത്തുബിന്റെ ഇസ്മുഷയെ കസീമാണതോ കസീമുഷയെ കിസ്മാണതോ അത് ചർച്ചയാണെങ്കിൽ മുല്ലാഹന്റെ എങ്ങനെ ഉണ്ടാവും ചർച്ച ചെയ്താൽ? മനസ്സിലാവൂല. വേണ്ട. നമ്മുടെ ഡിഗ്രി ക്ലാസ്സുകളിൽ നിൽക്കുന്ന വിഷയങ്ങളൊക്കെ പ്രീ പ്രൈമറി കൊണ്ട് പഠിപ്പിച്ചാലുണ്ടോ? മനസ്സിലാവൂല. എന്നാ പറ്റിയ ആളുകളെ ലൂസാക്കി PPP പോലെ ആക്കാന്നല്ല. ഇതൊക്കെ PPP പേരില്ല, DPP. ദഹനപ്രായത്തിനനുസരിച്ചുള്ള ഭക്ഷണം, ഗ്രാഹ്യപ്രായത്തിനനുസരിച്ചുള്ള അറിവ്, ഇതാണ് ബുദ്ധിപരമായ രീതി. ദഹനപ്രായത്തിനനുസരിച്ചുള്ള ഭക്ഷണം, ഗ്രാഹ്യപ്രായത്തിനനുസരിച്ചുള്ള അറിവ്. ഇതിന് നമുക്ക് പ്രചോദനമാകട്ടെ വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ അല്ലാഹു തആല പറഞ്ഞെന്താ? ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന. ആ പരിശുദ്ധ ഖുർആനിന്റെ ക്രോഡീകരണം, അതിന്റെ പാരായണം ചുമതല നാം ഏറ്റെടുത്തിരിക്കുന്നു. പിന്നെ അതിന്റെ ആശയവും അർത്ഥവും പഠിപ്പിക്കലോ
അത് പിന്നെ സുമ്മ ഇന്നായ സുമ്മാണ്. والفاء للترتيب باتصال وثم للترتيب بانفصال. ثم إن علينا بيانا ഖുർആന്റെ ശരിയാണ്. അപ്പോ ഓതാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഓതാൻ പഠിപ്പിക്കുക, അർത്ഥം പഠിപ്പിക്കുന്ന സമയത്ത് അർത്ഥം പഠിപ്പിക്കാനുള്ള രീതിയാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ബുദ്ധിപരമായ മനഃശാസ്ത്രപരമായ സമീപനം. ആ രീതി തന്നെയാണ് നമ്മുടെ പാഠ്യവിഷയങ്ങളിലൊക്കെ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ആ രീതി മറികടന്നുകൊണ്ടുള്ളത് ഒരിക്കലും പ്രയോഗവൽക്കരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും അത് ഗുണം ചെയ്യുകയും ഇല്ല എന്ന് ഞാൻ അതിനെ കുറിച്ച് പറയുന്നു. വേറെ അതിനെ കുറിച്ച് ഉള്ളടക്കത്തെ കുറിച്ചൊക്കെ ഞാൻ ഇന്നലെ സൂചന നൽകിയിട്ടുണ്ട്, ഇന്ന് ആവർത്തിക്കുന്നില്ല. അതുപോലെ വേറെ പള്ളികൾ നിർമ്മിക്കാനുള്ള ബന്ധപ്പാടുണ്ടാവും, പ്രസ്ഥാനങ്ങൾ വരുമ്പോൾ വളരെ സൂക്ഷിക്കണം. പരമാവധി ഒരുമിച്ച് പോകാനുള്ള ഉത്സാഹം കാണിക്കണം. ഒരുമിച്ച് പോകാൻ വേണ്ടി എന്ത് ത്യാഗം സഹിക്കണം. നമ്മൾ ആലോചിക്കേണ്ട ഒരുമിച്ച് പോകാൻ വേണ്ടി എന്ത് ത്യാഗം സഹിക്കണം. ഭിന്നിപ്പിന് വേണ്ടി ത്യാഗം സഹിക്കേണ്ട കാര്യമില്ല. ഒരുമിച്ച് പോകാൻ വേണ്ടി എന്ത് ത്യാഗം സഹിക്കണം. ഭിന്നിപ്പിന് വേണ്ടി എന്താ ത്യാഗം? വളരെ സൂക്ഷിക്കണം. പള്ളികൾ വേറെ ആക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ രണ്ട് കാരണങ്ങളാണ്. നമ്മുടെ പള്ളികൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല? നമ്മുടെ പള്ളികൾ കുത്തുബാറില്ല, മറ്റുള്ളവർക്ക് പ്രാദേശിക ഭാഷകൾ. നമ്മൾ എന്തുകൊണ്ടാണ് അറബിയിൽ തന്നെ വേണം നിഷ്കർഷിക്കുന്നത്? വാശിയാണോ? അല്ല. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഖുതുബയെ കുറിച്ച് പരിചയപ്പെടുത്തിയത് ദിക്ർ എന്ന നിലക്കാണ്. ഇതാണ് സ്വലാത്തിന്റെ യോമിൽ ഫത്ഹഇല്ല. الذكر هو خطبة عند الأكثر من أهل التفسير. സൂറത്തുൽ ജുമുഅയിലെ 9-ാം ആയത്തിൽ ഖുതുബയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ദിക്റാണ്. ഇമാം ബുഖാരിയുടെ റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബയെ കുറിച്ച് പറഞ്ഞത് ദിക്റാണ്. ഫൈദാ ഖറജൽ ഇമാമു തവല്ലു സുറഫഹു യസ്തമിഊന ദിക്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബയെ കുറിച്ച് പറഞ്ഞത് ദിക്ർ. അതുകൊണ്ടായിരിക്കണം ഇമാം നവവി തങ്ങൾ ശറഹുൽ മുഹദ്ദബ് 4-ാം വോളിയം 521-ാം പേജിൽ ഖുതുബയെ കുറിച്ച് പറഞ്ഞു, യുഷ്തറത്തു ലഅന്നഹു ദിക്റുൻ മഫ്റൂദുൻ ഫശുരിത ഫീഹി അൽഅറബിയ്യതു കതശഹുദി വതക്ബീറത്തിൽ ഇഹ്റാമി മഅ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി വഖാല യഖ്തുബു ബിൽ അറബിയ്യത്തി. ഖുതുബ അറബിയിലായിരിക്കാൻ അനിവാര്യമാണെങ്കിൽ അന്നഹു ദിക്റുൻ മഫ്റൂദുൻ, അത് നിർബന്ധമാക്കപ്പെട്ട ദിക്റാണ്. അത്തഹിയ്യാത്ത് പോലെ, തക്ബീറത്തുൽ ഇഹ്റാം പോലെ. അത്തഹിയ്യാത്തും തക്ബീറത്തുൽ ഇഹ്റാമും അറബിയിലായിരിക്കൽ അനിവാര്യമായതുപോലെ ഖുതുബയും അറബിയിലായിരിക്കൽ അനിവാര്യമായ ദിക്റാണ്. ഭാഷ അറബിയായതുകൊണ്ടല്ല. അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലേണ്ടത് അറബി ഭാഷക്കാരൻ അല്ലാഹു അക്ബർ, ഉറുദുകാരൻ ഖുദാ ബടാ ഹേ, തമിഴൻ ആണ്ടവൻ വലിയവനാകുന്നു, മലയാളക്കാരൻ ദൈവം വലിയവനാകുന്നു. അങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലേണ്ടത്. എല്ലാവരും അല്ലാഹു അക്ബർ എന്നാണ്, അറബിയാണ് അറബി. അത്തഹിയ്യാത്ത് എല്ലാവരും അറബിയിലാണ് ഓതേണ്ടത്. എന്നാ പുതുതി എല്ലാവരും അറബിയിലാണ് നിർവഹിക്കേണ്ടത്. അതാണ് ഇമാം നവവി പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. ഇമാം നവവി തങ്ങൾ ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞതിന്റെ താല്പര്യമാണ് തശഹുദി വതക്ബീറത്തുൽ ഇഹ്റാമി. അത്തഹിയ്യാത്തും തക്ബീറത്തുൽ ഇഹ്റാമും അറബിയിലായിരിക്കൽ അനിവാര്യമായതുപോലെ ഖുതുബയും അറബിയിലായിരിക്കൽ അനിവാര്യമായ ദിക്റാണ്. കാരണം ഖുർആനിലും ഹദീസിലും ഖുതുബയെ കുറിച്ച് പ്രസംഗം നല്ല പറഞ്ഞിട്ടുള്ളത് ദിക്റാണ് പറഞ്ഞിട്ടുള്ളത്. ചില ആളുകൾ പറഞ്ഞാൽ ഖുതുബാന പ്രസംഗമല്ലേ, പ്രസംഗം തന്നെ മനസ്സിലാക്കട്ടെ. അങ്ങനെ ഖുതുബാന പ്രസംഗമല്ല. ഖുതുബ കേവല പ്രസംഗമാണെങ്കിൽ ജുമുഅ മീറ്റിംഗ് എന്ന് അർത്ഥം. ഞാൻ ഈ നിർവഹിക്കുന്ന പ്രസംഗമാണ്, നിങ്ങൾ കൂടിയത് മീറ്റിംഗ് ആണ്. പക്ഷേ ഇത് ഖുതുബ അല്ല, ജുമുഅ അല്ല. ഖുതുബ പ്രസംഗം അല്ല എന്നുള്ളതിന് ഏത് കിതാബ് ഓതാത്തവരും മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ പറയാനാണ്, വിസ്തരിച്ച് വിഷയം പറയല്ല. ഞാൻ ഇരിക്കട്ടെ, ഖുതുബക്ക് ചില ഫർളുകളും ഷർത്തുകളൊക്കെ ഉണ്ട്. അതൊക്കെ പാലിക്കപ്പെട്ടാലേ ഖുതുബ ആവുള്ളൂ, അല്ലെങ്കിൽ പ്രസംഗമാവും. ഖുതുബ നിർവഹിക്കുന്ന ആൾ പുരുഷനാവണം. പ്രസംഗിക്കുന്ന പുരുഷനായിക്കൊള്ളുന്നില്ല, പെണ്ണ് പ്രസംഗിച്ചാലും പ്രസംഗമാവും. ഖുതുബ നിർവഹിക്കുന്ന ആൾ അവസ്ഥമാക്കണം. നമ്മുടെ നാട്ടിൽ എത്ര ആത്മാവസരങ്ങളാണ് പ്രസംഗിക്കുന്നത്? പ്രസംഗം തന്നെ ഖുതുബ അല്ല. ഖുതുബ നിർവഹിക്കുന്നയാൾ ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. ഒന്നുമില്ലാതെ പ്രസംഗിക്കുകയാണെങ്കിൽ അത് പ്രസംഗം. ഞാൻ ചോദിക്കട്ടെ, നാടൻ ശൈലിയിൽ ഇപ്പൊ ഞാൻ ഇവിടെ പ്രസംഗിച്ചിറങ്ങുമ്പോ ഞാൻ ഉടുത്ത മുന്തല തുണിക്ക് മുട്ടുകളുടെ ഇടയിൽ ഒരു 10 പൈസയോളം വട്ടത്തിലുള്ള ദ്വാരം എന്ന് സങ്കല്പിക്കുന്നു. ഇന്നെന്താ പറയാ, ആ തുണി അവിടെ കൊത്തിക്ക് എത്ര തന്നെ കഴിഞ്ഞു. നിർവഹിക്കുന്ന ഹത്തീബ് മിമ്പർമന്നിൽ ഇറങ്ങി വരുമ്പോ തുണിക്ക് ഓട്ടണമെങ്കിൽ എന്താ പറയാ, ആ നമ്മളെ ഹത്തീബിന്റെ തുണി കീറിയിട്ട് 2ാമത് കുത്തുപോകണം പറയും. പ്രസംഗിക്കുന്ന ആളെ തുണിക്ക് ഓട്ടം ഇയാളെങ്കിൽ 2ാമത് പ്രസംഗിക്കണം എന്ന് പറയും. ഇതൊക്കെ 2ാമത്
സുന്നി പറയാം, സുന്നി പറയാം. എന്താ വ്യത്യാസം? ഖുതുബയും പ്രസംഗത്തിന് വ്യത്യാസമുണ്ട്. ആർക്കത് മനസ്സിലാവാം. പിന്നെ ഇത് രണ്ടും ഒന്നാണെങ്ങനെ പറയാം? സർവ്വ വിദല കിതാബിൽ ഖുതുബ അറബിയിലായിരിക്കാൻ ഷർത്താണെന്ന് പറഞ്ഞ ശേഷം ലിത്തിബായി സലഫി വൽ ഖലഫീന, സർവ്വ മുൻഗാമികളും പിൻഗാമികളും പിൻപറ്റിയതിനു വേണ്ടി അറബികൾക്കിടയിൽ എന്ന പോലെ അറബികൾ അല്ലാത്തവർക്കിടയിലും സലഫും ഖലഫും ഖുതുബ നിർവഹിച്ചു പോകുന്നത് അറബിയിൽ മാത്രമാണ്. ശ്രോതാക്കൾക്ക് മനസ്സിലായപ്പോഴും മനസ്സിലാകാത്തപ്പോഴും. ഏതുവരെ? തുർക്കിയിലെ മുസ്തഫ കമാൽ ഭാഷ വരെ. അതിനു മുമ്പ് മുസ്ലിം ലോകത്ത് അറബി അല്ലാത്ത ഖുതുബ എന്നൊരു ആശയം ഒരാളും ഉന്നയിച്ചിട്ടില്ല. മുസ്ലിം ലോകത്ത് വസ്തുത അതാണ്. കേരളത്തിൽ സഹാബത്താണ് ഖുതുബയും ജുമുഅയും തുടങ്ങുന്നത്. പക്ഷേ കേരളത്തിൽ ആദ്യമായി ഖുതുബ മലയാളത്തിൽ നിർവഹിക്കുന്നത് കൊച്ചിയിലെ പുതിയവളാണ്. കെ മൗലവിന്റെ വസ്തുതയാണ്. നമുക്ക് ഉറപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സദുത്തരായ മുൻഗാമികളും ശറഈയായ ഖുതുബകൾ അവർ നിർവഹിച്ചിരുന്നത്, അർക്കാനുകളും അനുബന്ധങ്ങളും മുഴുവൻ നിർവഹിച്ചിരുന്നത് അറബിയിൽ മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ ആ വൈക്കാൻ നിന്നാ പോയി. ജമാഅത്തിന്റെ സ്ഥാപകൻ അബുലൈല തന്റെ ഖുതുബാത്തിന്റെ ആമുഖത്തിൽ രണ്ടാം ഖുതുബ അറബിയിൽ തന്നെ വേണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്താ രണ്ടാം ഖുതുബാനെ രണ്ടാം പ്രസംഗല്ലേ? രണ്ടാം പ്രസംഗം തന്നെ തിരിയാണ്ടാത്ത പ്രസംഗം. ഒന്ന് തിരിയുന്നതും രണ്ടാമത്തെ ആള് തിരിയുന്നതാ. അങ്ങനെ അപ്പൊ യഥാർത്ഥത്തിൽ താത്വികമായി ആശയത്തോട് യോജിക്കല്ലാതെ ആർക്കും നൂറുന്നില്ല. അതുകൊണ്ട് ആളുകളുടെ ഖുതുബയും ജുമുഅയും സാധുവാകണം നിർബന്ധമുണ്ടെങ്കിൽ അറബി ഖുതുബ തന്നെ വേണം. അത് ഫസാദാക്കാനാ വേറെ പള്ളിയെ ജീവിച്ച് നിൽക്കുന്നത്. പിന്നെ നമ്മളെ കുറിച്ച് ആക്ഷേപം സ്ത്രീകളെ ജുമുഅയ്ക്ക് കൊണ്ടുവരില്ല, പള്ളിയിൽ കൊണ്ടുവരില്ല. ഇല്ല. എന്താ കാരണം? അതെ കൊണ്ടെന്നു പറയാൻ എന്താ കാരണം? ആണും പെണ്ണും ഒരുപോലെയാണ്. ആണും പെണ്ണും ഒരുപോലെയാണെങ്കിൽ ആണും കൊണ്ടുപോകും. എന്താ ആണും പെണ്ണും ഒരുപോലെയാണെങ്കിൽ പൊന്നാരെ ഹരിയന്മാരെ ആണും പെണ്ണും ആവും. ഒരുപോലെയല്ല, രണ്ടുപോലെയാണ്. ഒരുപോലെ ആര് പറഞ്ഞു? സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നമ്മളാരുണ്ടാക്കിയ വ്യത്യാസമില്ല. വിശ്വാസികൾ പല ദൈവത്തിന്റെ സൃഷ്ടിപ്പിലുള്ളതാണ്. നിഷേധികൾ പറയാ പ്രകൃതിയുടെ അത്ഭുതകരമായ പ്രതിഭാസമാണ്. എന്ത് പേര് പറഞ്ഞാലും വ്യത്യാസമുണ്ട്. മനോബലത്തിൽ വ്യത്യാസമുണ്ട്, കായബലത്തിൽ വ്യത്യാസമുണ്ട്, മറ്റു തലത്തിൽ വ്യത്യാസമുണ്ട്. സുന്നി അസുന്നീന്നല്ല, മുസ്ലിം മുസ്ലിം എന്നല്ല, എല്ലാ ആളുകളുടെ ഇടയിലും വ്യത്യാസമുണ്ട്. തലച്ചോറിൽ വെള്ളം പറ്റാത്തവർക്കൊക്കെ അത് മനസ്സിലാവും. നോക്കൂ നിങ്ങൾ, സ്ത്രീകളുടേത് വിധേയത്വ സ്വഭാവമാണെങ്കിൽ പുരുഷന്റേത് ആധിപത്യ സ്വഭാവമാണ്. മനോബലത്തിലുള്ള വ്യത്യാസം സൂചിപ്പിക്കുന്നത്. സ്ത്രീകളുടെ ശരീരഘടന മൃദുലമാണെങ്കിൽ പുരുഷന്റേത് അതിനെ അപേക്ഷിച്ച് പരിക്കനാണ്. കായബലത്തിലുള്ള വ്യത്യാസമാണ് വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള അധികാരാവകാശങ്ങളാണ് ഇരു വിഭാഗങ്ങൾക്കും ഇസ്ലാം നൽകിയത്. നോക്കൂ, ലോകത്ത് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ. ഒരൊറ്റ വനിതാ പ്രവാചകയും ഉണ്ടായിട്ടില്ല. നബിച്ചി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്താ കാരണം? പരസ്യ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്ന പ്രവാചകന്മാരുടെ ശ്രമകരമായ ദൗത്യം ചുമതല ഏറ്റെടുക്കാൻ സ്ത്രീത്വം അനുകൂലമല്ല. അതുകൊണ്ട് പ്രവാചക നിയോഗത്തിൽ വനിതാ വിഭാഗത്തെ അള്ളാഹു മാറ്റി നിർത്തി. വ്യത്യാസമല്ലേ? ഇങ്ങനെ ഏത് കാര്യം പരിശോധിച്ചാലും വ്യത്യാസം ഉണ്ടാവും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു, സ്ത്രീകൾക്ക് ബുദ്ധിയും ദീനും കുറവാണ്. ഇല്ലാന്നല്ല, കുറവാണ്. ആപേക്ഷികമായി പുരുഷനെ അപേക്ഷിച്ച് കുറവാണ് എന്നർത്ഥം. കൂട്ടത്തിലൊരു സ്ത്രീ ഉടനെ തങ്ങളോട് സംശയം ചോദിച്ചു, എന്താണ് ഇത് ഞങ്ങൾക്ക് കുറവ് ചോദിച്ചു. തങ്ങളെ അതിന് വിശദീകരണം നൽകി. ബുദ്ധി കുറവാണെന്ന് പറയാൻ കാരണം, ഒരു പുരുഷൻ സാക്ഷി നിൽക്കേണ്ടിടത്ത് 2 സ്ത്രീകൾ സാക്ഷി നിൽക്കണമെന്ന് ഖുർആനിലല്ലേ ഉണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഒരു പെണ്ണ് മറന്നാൽ മറ്റേ പെണ്ണ് ഓർമ്മപ്പെടുത്താനാണെന്ന്. അതെ, അത് ആണ്ണപേക്ഷിച്ച് പെണ്ണ് ബുദ്ധി കുറവായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടല്ലേ ഒരു പുരുഷന് പാരം 2 സ്ത്രീ നിർത്ത്. അപ്പൊ ബോധ്യം ഇതിനെ ഞാൻ വേറെ പാലുണ്ടാക്കാൻ പോയില്ല. ബോധ്യം. പിന്നെ ദീന് കുറവാണെന്ന് പറയാൻ കാരണം, സ്ത്രീകൾക്ക് ഒരു നിശ്ചിത പ്രായം മുതൽ മറ്റൊരു പ്രായം വരെ മാസത്തിൽ ഏതാനും ദിവസങ്ങളിൽ മെൻസസ് ഉണ്ടാകാറുണ്ട്. സാധാരണഗതിയിൽ 5 or 6 ദിവസം, ചുരുങ്ങിയാൽ ഒരു ദിവസം, കൂടിയാൽ 15 ദിവസം. 6 ദിവസം വെച്ചോ. എന്നാ 1272, ഒരു കൊല്ലത്തിന് 72 ദിവസമായി. ഏകദേശം 2 മാസമായി. ഒരു കൊല്ലത്തിന് 2 മാസമായി. ആ കൊല്ലത്തിന് 10-20 കൊല്ലാവുമ്പോഴോ
ഒരുപാട് കാലമായി. ഈ കാലയളവിൽ സ്ത്രീകൾക്ക് നിസ്കാരം ഹറാമാണ്, അത് പിന്നീട് കലാവില്ല. അപ്പൊ അവരെ അക്കൗണ്ടിൽ ഇതൊരു കുറവ് തന്നെയാണ്. ആണുങ്ങൾക്ക് മനസ്സിലുണ്ടാകാറില്ല, അവരെ അക്കൗണ്ടിൽ കുറവില്ല. അതങ്ങനെ ചില കുറവുകൾ ബോധ്യായി, അതിന് വേറെ പാട്ടുണ്ടാക്കില്ല. ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ സ്ത്രീ പുരുഷന്മാർക്കിടയിലുണ്ട്. ഈ വ്യത്യാസങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള അധികാരാവകാശങ്ങളാണ് ഈ വിഭാഗങ്ങൾക്ക് നൽകപ്പെട്ടത്. ജുമുഅത്തും ജമാഅത്തിനും പള്ളികളിൽ വരുന്നതിനെ കുറിച്ച് ജുമുഅന്റെ കാര്യം ആദ്യം. പുരുഷന്മാർക്ക് ജുമുഅ നിർബന്ധമാണ്, സ്ത്രീകൾക്കോ? അവിടെ വലിയ കാര്യമല്ല. പുരുഷന്മാർക്ക് ജുമുഅ നിർബന്ധമെന്ന് പറയാനുള്ള കാരണം എന്താ? സൂറത്തുൽ ജുമുഅയിലെ 9-ാം ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ച ദിവസം ജുമുഅ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് ജുമുഅക്ക് വേഗം പോകണമെന്ന് ഖുർആന്റെ കൽപ്പന ഉണ്ട്. ഈ കൽപ്പന ആണുങ്ങൾക്ക് മാത്രമുള്ളതാണ്, സ്ത്രീകൾക്ക് ബാധകമാണ്. കാരണം ആയത്തിൽ തന്നെ പറഞ്ഞു വദറുൽ ബൈഅ, കച്ചവടം ഉപേക്ഷിക്കുകയും ചെയ്യുക. അപ്പൊ വദറുൽ ബൈഅ എന്ന പ്രയോഗം പുരുഷന്മാരെ മാത്രം ഉദ്ദേശിച്ചുള്ള കൽപ്പനയാണെന്ന് സൂചിപ്പിക്കുന്നു. വ്യക്തമാക്കുന്നൊന്നും ഞാൻ പറഞ്ഞില്ല, സൂചിപ്പിക്കുന്നു. മാത്രമല്ല ജുമുഅക്ക് പോകാനുള്ള കൽപ്പന സ്ത്രീകൾക്ക് ബാധകമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു, അൽ ജുമുഅത്തു ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ ഇല്ലാ അലാ അർബഅ അബ്ദിൻ മംലൂകിൻ ഔ ഇംറഅത്തിൻ ഔ സബിയ്യിൻ ഔ മജ്നൂൻ. ജുമുഅ നിർബന്ധമായും അവകാശപ്പെട്ടതാണ് മുഴുവൻ മുസ്ലിങ്ങൾക്കും, 4 വിഭാഗത്തിനൊഴികെ: അടിമ, കൊച്ചുകുട്ടി, മാനസിക രോഗി, സ്ത്രീ. ഈ 4 വിഭാഗത്തിന് ജുമുഅയുടെ നിർബന്ധമല്ല, അവകാശമല്ല. ജുമുഅയുടെ നിർബന്ധത്തിൽ നിന്ന്, അവകാശത്തിൽ നിന്ന് 4 വിഭാഗത്തെ റസൂലുള്ളാഹി ഒഴിവാക്കി. ഒഴിവാക്കപ്പെട്ട കൂട്ടത്തിൽ സ്ത്രീകളുണ്ട്, അതുകൊണ്ട് അവർക്ക് നിർബന്ധമല്ല. ഇന്ന് എന്താ ഒഴിവാക്കിയത്? ഈ 4 വിഭാഗത്തിന് ഉഴുതറിന്റെ പ്രതിബന്ധമുണ്ട്. എന്താ പ്രതിബന്ധം? കുട്ടി. കുട്ടിന്റെ പ്രതിബന്ധം എന്താ? കുട്ടിത്വം. വലുതായ നിർബന്ധവും. അടിമന്റെ പ്രതിബന്ധം എന്താ? അടിമത്വം. സ്വതന്ത്രനായാൽ നിർബന്ധവും. മാനസിക രോഗി പ്രതിബന്ധം എന്താ? മാനസിക രോഗം. ശിഫയായാൽ നിർബന്ധവും. സ്ത്രീയുടെ പ്രതിബന്ധം എന്താ? സ്ത്രീത്വം. മാറ്റക്കണ കാലാണ്, ആണായാൽ നിർബന്ധവും. അപ്പൊ ജുമുഅയുടെ നിർബന്ധത്തിൽ നിന്ന് ഈ 4 വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കി. അതുകൊണ്ട് ജുമുഅയുടെ നിർബന്ധം ഈ സ്ത്രീകൾ മുതലായവർക്കില്ല. മാത്രമല്ല സൂറത്തുൽ ജുമുഅയിലെ 9-ാം ആയത്തിൽ ജുമുഅക്ക് പോകാനുള്ള കൽപ്പന ഉൾക്കൊള്ളുന്ന ആയത്തിന് ഇബ്നു കസീർ, റാസി, ഖുർത്തുബി, മദാരിക്, കശാഫ്, ഹാസിന്, ജമല്, റൂഹുൽ ബയാൻ, റൂഹുൽ മആനി തുടങ്ങിയ 1 ഡസനോളം തഫ്സീറുകൾ ഞാൻ പരിശോധിച്ചു. 2 ഡസൻ പരിശോധിച്ച് അധികം ഇൽമുള്ളവര് വേറുണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്ക് കുഴപ്പമില്ല വാപ്പ. 1 ഡസനോളം തഫ്സീറുകൾ നമ്മൾ പരിശോധിച്ചു. ഈ തഫ്സീറുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള എന്താ അറിയോ? ജുമുഅക്ക് പോകാനുള്ള കൽപ്പന പുരുഷന്മാരെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ്, സ്ത്രീകൾ മുതലായവർക്ക് അത് ബാധകമല്ല. അപ്പൊ ആയത്ത് നൽകുന്ന സൂചന, ഹദീസ് നൽകുന്ന പാഠം, തഫ്സീറുകളിലുള്ള പരാമർശം ജുമുഅയുടെ നിർബന്ധം സ്ത്രീകൾക്ക് ബാധകമല്ല, പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ്. ഇനി അത് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ അബുൽ ആലയുടെ ഖുർആൻ പരിഭാഷ, മുജാഹിദ് നേതാക്കളിൽ പ്രമുഖരായ ഉമർ മൗലവിയുടെ തർജമാന ഖുർആൻ, അതിലൊക്കെ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് ജുമുഅക്കോ ജമാഅത്തിനോ പള്ളിയിൽ പോലും പുണ്യമല്ല, നിർബന്ധമല്ല. അപ്പൊ ആയത്ത്, ഹദീസ്, തഫ്സീർ, ബിദഅ നേതാക്കളുടെ പരിഭാഷ, ഇതൊക്കെ പറയുന്നത് സ്ത്രീകൾക്ക് ജുമുഅയുടെ നിർബന്ധമോ അവകാശമോ ഇല്ല. പിന്നെ എന്ത് ആവശ്യത്തിനായി വാശിക്കുന്നത്? എനിക്ക് മനസ്സിലാവും. ജമാഅത്തിന്റെ കാര്യം വളരെ വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ജമാഅത്തിന്റെ കാര്യത്തിലൊന്ന് ഞാൻ പറഞ്ഞേക്കാം. പുരുഷന്മാര് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനെ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചു, വീടുകളിൽ വെച്ച് നിസ്കരിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തി. ഇതാണ് ഹദീസ് നൽകുന്ന പാഠം. സ്ത്രീകളുടെ നേരെ മറിച്ചു, വീടുകളിൽ വെച്ച് സ്ത്രീകൾ നിസ്കരിക്കുന്നതിനെ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചു, പള്ളികളിൽ പോകുന്നതിനെ തങ്ങൾ നിരുത്സാഹപ്പെടുത്തി. തുല്യ സമീപനം ഏതായാലും ഹദീസില്ല. ഹദീസ് അറിയുന്ന ആരും ഞാൻ ഈ പറഞ്ഞ ആശയത്തെ സത്യസന്ധനാണെങ്കിൽ ചോദ്യം ചെയ്യില്ല. പുരുഷനോടും സ്ത്രീയോടും തുല്യ സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനെ പുരുഷന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു, വീടുകളിൽ വെച്ചാകുമ്പോൾ നിരുത്സാഹപ്പെടുത്തുന്നു. സ്ത്രീകളുടെ നേരെ മറിച്ച്
എന്നാൽ ഈ നിരുത്സാഹപ്പെടുത്തി സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ എന്നതുകൊണ്ട് ഹറാമെന്ന് പറയാവോ? അതൊരു ഫിഖ്ഹി തർക്കം. നമ്മൾ കാര്യങ്ങൾ മറച്ചു വെക്കുന്നില്ല. പൂർവ്വകാല പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കറാഹത്താണെന്ന് ഒട്ടാറെ ഫിഖ്ഹിലെ കിതാബുകളുണ്ട്. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് കറാഹത്താണ്. ഹനഫി മദ്ഹബിൽ കറാഹത്താണെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം തഹരീമിന്റെ കറാഹത്താണെന്ന് ബദറുദ്ദീൻ അയ്നി അദ്ദേഹത്തിന്റെ ബുഖാരിന്റെ ശറഹിൽ എഴുതി. തഹരീമിന്റെ കറാഹത്താണ്. ഇബ്നു ഹജർ തങ്ങൾ ഫതാവൽ കുബ്രയിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് ഹറാമാണെന്ന് ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. ആലൂസി അദ്ദേഹത്തിന്റെ റൂഹുൽ മആനിയിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് ഹറാമ് മാത്രമല്ല, ചിലപ്പോൾ കബീറത്താകും, വൻ കുറ്റമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. وقد يكون كبيرة إذا عظمت مفسدته أما إذا منت فهو حرام غير كبيرة എന്നാണ് ആലൂസിന്റെ ഭാഗത്ത്. അപ്പൊ കറാഹത്താണ്, തഹരീമിന്റെ കറാഹത്താണ്, ഹറാമാണ്, കബീറത്താണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. നമ്മൾ കാര്യം ചെയ്യാൻ തർക്കം ഒഴിവാക്കുക, പരമാവധി തർക്കം ഒഴിവാക്കുക. ഏറ്റവും താഴെ തട്ടിലുള്ള അഭിപ്രായമൊക്കെ കറാഹത്താണ്. വാദത്തിന് വേണ്ടി എന്നാ എന്റെ മകനെന്താ സ്ത്രീകൾ പള്ളിയിൽ പോലെ കറാഹത്താണ് എന്നതിന്റെ മകനെന്താ? കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചാൽ കൂലിയുള്ളത് എന്നാണ്. അപ്പൊ സ്ത്രീകൾക്ക് മരിച്ചു ചെന്ന് പടത്തോലിരുന്ന് കൂലി കിട്ടണമെങ്കിൽ പള്ളിയിലേക്ക് പോകാതിരിക്കണം. പിന്നെന്തിനു വേണ്ടിയാണ് ഈ പാട്ട്? വസ്തുതകളിലാണ് ഈ കാര്യങ്ങളൊക്കെ ബോധ്യമായിട്ട് പിന്നെ ചില ആളുകൾ വാശി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അത് നോക്കില്ല. ഇന്നത്തെ വാശിയാകുന്നത് ഒരു വലിയ രോഗമാണ്. അതിന് പടച്ച തമ്പുരാൻ ഹിദായത്ത് കൊടുക്കല്ലാത്ത യാതൊരു മരുന്നും അതിനില്ല. വാശിക്ക് പടച്ചോ ഹിദായത്ത് കൊടുക്കല്ലാത്ത ഒരു മരുന്നുമില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനായ ഖതാദ റളിയല്ലാഹു തആല അൻഹു ശത്രുക്കളുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ശത്രുക്കളുടെ ആയുധം കെട്ടി ഖതാദ റളിയല്ലാഹു അൻഹു ഒരു കണ്ണ് പറഞ്ഞു തൂങ്ങി. രണ്ട് കൈകൊണ്ട് താങ്ങി പിടിച്ച് പ്രവാചക സന്നിധിയിൽ ചെന്നു. തങ്ങൾ പൂർവ്വസ്ഥാനത്ത് കണ്ണുവെച്ച് തടഞ്ഞു കൊടുത്തു. കാഴ്ച മുമ്പത്തേക്കാൾ തിരിച്ചു കിട്ടിയെന്ന് മാത്രമല്ല, മരണം വരെ ആ കണ്ണിന് പിന്നെ കാഴ്ചക്കുറവ് ഉണ്ടായിട്ടില്ല. അതാണ് മഹാനായ ഖതാദ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൊണ്ട് തടഞ്ഞപ്പോൾ അതിന്റെ കാഴ്ച പൂർവ്വോപരി തിരിച്ചു കിട്ടി. ഈ വിവരം മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായികളിൽപ്പെട്ട ഒരൊറ്റ കണ്ണനാണ്. മുസൈലിമ നബിയാന്ന് വാദിച്ച ആളാണ്. ഓന്റെ അനുയായികളിൽപ്പെട്ട ഒറ്റ കണ്ണൻ ഈ വിവരം അറിഞ്ഞ് മുസൈലിമന്റെ അടുത്ത് എന്ന് പറഞ്ഞു, മുഹമ്മദിന്റെ അനുയായിക്ക് കണ്ണ് നഷ്ടപ്പെട്ട് മുഹമ്മദ് തടഞ്ഞപ്പോ കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇന്റെ ഈ കണ്ണിന് കാഴ്ചയല്ല, ഒന്ന് തടഞ്ഞു തന്നാൽ തിരക്കണില്ല. തടഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഓന്റെ നബിയാന്നല്ല വെച്ച് മുസൈലിമ തടഞ്ഞു കൊടുത്തു. തടഞ്ഞതോടുകൂടി മറ്റേ കണ്ണോട് പൊട്ടി, ഉള്ളതും പോയി കിട്ടി. മറ്റു കണ്ണ പൊട്ടി, രണ്ടും പോയി കിട്ടി. അങ്ങനെ തട്ടി തട്ടി പുറത്തിറങ്ങിയപ്പോ മുസ്ലിമീങ്ങളാളെ ഉപദേശിച്ചു, ഉള്ള കണ്ണും പോയി കിട്ടിയിട്ട് അതുകൊണ്ട് ഇനിയെങ്കിലും ഷഹാദത്ത് ചൊല്ലി തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയേക്കണം. അപ്പൊ അയാൾ എന്താ പറഞ്ഞാലും ഇപ്പൊ നബിയാന്ന് എനിക്ക് ഉറപ്പായി. ഈ കണ്ണ് തടഞ്ഞിട്ട് മറ്റേ കണ്ണല്ല കുട്ടിയത്, നമ്മള് മുഴുവൻ വരവൊക്കെ. തടഞ്ഞ കണ്ണിന് പൊട്ടാൻ പാടില്ല, തഹസീലുല്ലാഹിലെ മുഹാലാണ്. മറ്റേതും കൂടി അള്ളാഹ് കുരുടാക്കിയതാണെന്ന് അയാൾക്ക് ചിന്തിക്കാൻ സാധിച്ചില്ല. കാരണം വാശി. അതുകൊണ്ട് അങ്ങനെയുള്ള വാശിയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വിശദീകരണ പ്രഭാഷണം വിദായി പ്രസ്ഥാനക്കാർക്ക് മാറി ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ നമ്മൾ അമ്പിയാവുലിയാക്കന്മാരെ കുറിച്ച് മഹാന്മാരെ കുറിച്ചൊക്കെ ചില വിശ്വാസങ്ങളൊക്കെ വെച്ചു പുലർത്തുമ്പോൾ അതെങ്ങനെ പങ്കെടു, അതെന്താ ഇങ്ങനെ ചില ബുദ്ധി കൊള്ളണില്ല എന്നുള്ള ചില ന്യായങ്ങൾ. ഭൂമി ഒരുണ്ടാ പോൽ എങ്കയിൽ എന്നവർ, ഭൂമി അതൊക്കെയും ഒരു ചുമടെന്നവർ. ഭൂമി ഒരു ഉണ്ട പോലെ എങ്കയിൽ എങ്ങനെ പറയുന്നത് ഇപ്പൊ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. ഒരു കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഭൂമി ഒരു ഉണ്ട പോൽ എൻ വിരൽ തൂക്കിൽ എന്നോ പറയുന്ന മാതിരിയാണ്. എനിക്ക് കയ്യൊന്നും മുഴുവൻ വേണ്ട അല്ലേ? ഭൂമി അതൊക്കെയും ഒരു ചുമടെന്നവർ. ഈ ആഗോളവൽക്കരണത്തിനൊന്നും എതിർത്തിട്ട് കാര്യമില്ല. ലോകം മുഴുവൻ ഒറ്റ യൂണിറ്റാണ്.
ഇനി മത്സ്യക്കാരൻ അത് ഇവിടെ കേൾക്കാൻ പാടില്ല, മറ്റേ അങ്ങോട്ട് കയറ്റാൻ പാടില്ല, ഇന്ത്യ ഇറക്കാനും കയറ്റാനും പാടില്ല, മത്സ്യം മുഴുവൻ ഇവിടെ നിന്ന് അറിയണം. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളൊക്കെ നമ്മളെ പത്രങ്ങൾക്ക് സെൻസർ ചെയ്യുന്ന നേരത്തെ കറുത്ത മഷി അടിക്കുക. പത്രം അവിടെ ഇറക്കുമ്പോഴേ ഇവർക്ക് പോലും പറ്റാത്തുണ്ടെങ്കിൽ ഇനി മഷി അടിച്ചിട്ടുണ്ട കാര്യം. കാരണം ഇവിടെ ഇറങ്ങുമ്പോഴേക്ക് അവിടെ മഷി വരുത്താൻ കഴിയൂല. ലോകം മുഴുവൻ യൂണിറ്റാണ്. സത്യത്തിൽ മുജാഹിദ് ജമാഅത്ത് ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് പഴഞ്ചന്മാരായി കൊണ്ടിരിക്കുകയാണ്. കാരണം പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഇവരെ പുറകോട്ട് മാറ്റി. ഇങ്ങനെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഇല്ലാത്ത കാലത്ത് അമ്പിയാവുലിയാക്കന്മാർക്ക് ചില കഴിവുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മൊയ്സത്ത് കറാമത്തെന്നൊക്കെ പറയാറ്. അത് സാങ്കേതികമായ പേരാണ്. ആ പേര് പറ്റിയില്ലെങ്കിൽ വേറെ വല്ല പേരുണ്ടാവും. മുസ്ലിമീങ്ങൾ വെക്കുന്ന പേരാണ്. മുസ്ലിമീങ്ങളുടെ പേരാണ്. പറ്റാത്തോണ്ടെങ്കിൽ വേറെ പേര് വെച്ചാൽ അത് തലി കൊള്ളില്ല എന്നാണ്. തലി കൊള്ളാത്ത സംഭവം കുറച്ച് വലുതാണ്, തല ചെറുതാണ്. കൊള്ളൂല്ലോ തീർച്ചയായും. ഈ ക്ലാസ്സിൽ ക്ലാസ് കൊള്ളൂ. എന്താ കൊള്ളാതെ കൊള്ളൂല. ക്ലാസ് ചെറുതാണ്, ക്ലാസ് വലുതാണ്. ക്ലാസ്സിനേക്കാണോ വലിയൊരു ക്ലാസ് ഉണ്ടാക്കി കൊടുത്താലോ കൊള്ളൂ. ഈ കൊള്ളൂല. പഴയ കാലത്ത് കാരണന്മാര് പറയില്ലേ ഒരെട്ടങ്ങഴി കൊള്ളിയത് പറഞ്ഞുകൊള്ളുക. ഞാൻ ചോദിക്കട്ടെ, 8 അക്കം കൊള്ളുന്ന ഒരു കാൽക്കുലേറ്റർ, 8 ഡിജിറ്റ്, 1 മുതൽ 8 വരെ അമർത്തി ഇൻറ്റു പെരുക്കണം, പിന്നെ 1 മുതൽ 8 വരെ അമർത്തി എന്നിട്ട് സമം കേട്ടാ കാൽക്കുലേറ്ററും കണ്ണി മുങ്ങി എന്നിലും കൊള്ളൂല. അങ്ങനത്തെ ഒരു അക്കം തന്നെ മുന്നാവില്ല. എന്ത് പുരോഗമനം! ഭൂമി വരുന്ന പോലെ കയ്യിലാണ് തലയിൽ കൊള്ളില്ല. എന്റെ തലയെറുതാണ് മൊയ്തീശേഖര കയ്യിൽ അങ്ങനെയാണ്. അതല്ലെങ്കിൽ കുട്ടിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ തൽഭാഗം എന്നാവർ. എങ്ങനെ പറയുന്നു എന്ന് കേട്ടപ്പം കാണില്ല. ഞാൻ ചോദിക്കട്ടെ, മൂസ ഖദിർ അലൈഹിസ്സലാമിന്റെ ചരിത്രം ഖുർആനിലില്ലേ? സൂറത്തുൽ കഹ്ഫിൽ. വെള്ളിയാഴ്ചയെങ്കിലും സൂറത്തുൽ കഹ്ഫ് ഉണ്ടാകും. ചെറുപ്പത്തിലെ അർത്ഥം പഠിപ്പിക്കേണ്ട വിജയക്കാരന്റെ അർത്ഥം പഠിക്കാതെ പോയോ? സൂറത്തുൽ കഹ്ഫിൽ മൂസ ഖദിർ അലൈഹിസ്സലാമിന്റെ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ പറയുന്ന ഒരു സംഭവം, ഖദിർ അലൈഹിസ്സലാം ഒരു കുഞ്ഞിനെ പിടിച്ചു കൊന്നു. മൂസ നബി ഇത് കണ്ടപ്പോ സഹിച്ചില്ല, ഇഷ്ടാലാക്കി. ആ നിരപരാധിയായ കുഞ്ഞിനങ്ങൾ വെറുതെ കൊല്ലേ ചെയ്ത് ശരിയല്ല. അങ്ങനെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുന്ന സമയത്ത് ഖദിർ നൽകിയ വിശദീകരണം എന്താ? ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ സാലിഹ്യങ്ങളായിരുന്നു. ഇവൻ വളർന്നു വലുതായാൽ അവരെയും കൂടി തയ്യാറാക്കുന്ന മാനസികാവസ്ഥ ഇവനുള്ളതെന്ന് എനിക്കിപ്പോ അറിയാം. അപ്പൊ ആ കുഞ്ഞിന്റെ മനസ്സിൽ ഇപ്പോഴുള്ളതറിയാന്ന് മാത്രമല്ല, വളർന്നു വലുതായാൽ ഉണ്ടാകാൻ പോകുന്നത് പോലും കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ അവന്റെ മനസ്സകം എന്ന് ഖദിർ അലൈഹിസ്സലാം പറഞ്ഞത് ഖുർആൻ പറയുന്നു. അതൊരു വർഷമായിട്ട് അള്ളാഹ് അറിയിച്ചു കൊടുത്തതാണ്. എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരാൾ അറിയുന്നു, മറ്റൊരാൾ അറിയില്ല. ഒരാൾക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു, അറിഞ്ഞു. മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹു തആല ഈ രീതിയിലുള്ള കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മാ കാന അല്ലാഹു ലിയുദ്ലിയകും അലൽ ഗൈബി വലാകിൻ അല്ലാഹു യജ്തബീ മിൻ റുസുലിഹി മൻ യശാ. നിങ്ങളിൽ ഓരോരുത്തർക്കും അല്ലാഹു തആല മറഞ്ഞ കാര്യം അറിയിച്ചു തരില്ല, എല്ലാവർക്കും അറിയിച്ചു തരൂല. അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ അറിയിച്ചു കൊടുക്കും. അടുത്ത വിചാരിച്ചവർക്ക് അറിയിച്ചു കൊടുക്കും. എന്നാ പിന്നെ ആലിമുൽ ഗൈബ് മറഞ്ഞ കാര്യം അറിഞ്ഞ അള്ളാഹ് മാത്രമല്ല, അള്ളാഹ് മറിഞ്ഞ് മാത്രം അറിഞ്ഞ ആളൊന്നല്ല. അല്ലാഹു തആലയെ പറ്റി ഖുർആൻ പറയുന്നത് ആലിമുൽ ഗൈബി വശഹാദ, മറഞ്ഞതും തെളിഞ്ഞതും ദൃശ്യവും അദൃശ്യവുമായ എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ അള്ളാഹു മാത്രം. നാം ദൃശ്യമായ കാര്യങ്ങൾ അറിഞ്ഞത് അള്ളാഹ് അറിയിച്ചതാണ്. മഹാന്മാർ അദൃശ്യം അറിഞ്ഞത് അള്ളാഹ് അറിയിച്ചു കൊടുത്തതാണ്. അവർക്ക് അറിയിച്ചു കൊടുക്കുന്നു ഖുർആൻ പറഞ്ഞു, അറിയിച്ചു കൊടുത്തതായ അനുഭവങ്ങളും പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞില്ലേ, വകദാലിക നബി ഇബ്രാഹിം മലകൂത സമാവാതി വൽ അർദ്, ആകാശഭൂമിയിലുള്ള സർവ്വ കാര്യങ്ങളെ കുറിച്ച് അറിവ് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, എത്രയാണ് എത്രയും പറയുന്നു, പടച്ചു അറിയിച്ചു കൊടുത്തു. കടപ്പുറത്തുള്ള മണത്തരികളുടെ എണ്ണം മുഴുവൻ അറിയിച്ചു കൊടുക്കുന്നിരിക്കട്ടെ. എന്നാ അള്ളാഹിന്റെ മൂലമില്ല. കടപ്പുറത്തുള്ള മണത്തരികളുടെ എണ്ണം അറിയിച്ചു കൊടുത്താൽ ഇത്രാന്ന് വന്നില്ലേ, മഹദൂദായില്ലേ, ലിമിറ്റഡ് ആയില്ലേ? അറിയിക്കപ്പെട്ടതൊക്കെ മഹദൂദാണ്, ലിമിറ്റഡ് ആണ്.
അള്ളാഹുവിന്റെ ഇൽമാകട്ടെ മഹദൂദ് അല്ല, ലിമിറ്റഡ് അല്ല, മുഹീത്താണ്. കടപ്പുറത്തുള്ള മലത്തൈകളുടെ എണ്ണങ്ങൾക്ക് അറിയണം. ഒന്നാ എഴുതിപ്പോയി കടലാസ് എടുത്തിട്ട് പെന്നും കടലാസും മുതൽ എഴുതി അക്ക എഴുതി പൂജ എഴുതി പൂജ അങ്ങനെ എഴുതിപ്പോയി തീർന്നില്ലേ? എഴുതിപ്പോയി കടലാസ് തീർന്നോ? ലോറിക്ക് കൊടുത്തോളും തികയില്ലേ? ബാഗിന് കൊടുത്തോളൂ, ട്രെയിനിന് കൊടുത്തിന് ഒന്ന് പോകാൻ പോലെ എത്ര പോകാത്ത അത്ര കൊടുത്തോളൂ. തീർന്നില്ല, പിന്നെയും കൊടുത്തോളൂ. പൂജ അങ്ങനെ പോയി കഴിഞ്ഞോ? ഇല്ലേ? എന്നാ എഴുതിപ്പോയി അവസാനം കഴിയൂലേ? ആ അത്രയും. അള്ളാന്റെ ഒരു അങ്ങനെയല്ല. അതന്നെ അള്ളാന്റെ ഒരു അങ്ങനെയല്ല. മഹദൂദ് മുഹിത് അള്ളാന്റെ എലിമിനെ പറ്റി വിദ്യക്കാരനോടാ, മഹാന്മാരുടെ അല്ലാറിനോടാ. അള്ളാന്റെ എലിമ എന്താണെന്നൂടാ. അള്ളാഹുവിന്റെ എലിമ മഹദൂദ് അല്ല, ലിമിറ്റഡ് അല്ല, മുഹീത്താണ്. അറിയിക്കപ്പെട്ടത് എത്ര അധികം ഉണ്ടെങ്കിലും അത് മഹദൂദാണ്. കാരണം ഇത്ര എന്നുള്ളതാണ് ഇത്ര എന്ന് പറയുന്നത്. അതിന് എത്ര എന്നുള്ള ചോദ്യത്തിൽ ഇത്ര എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഇത്ര എന്ന് പറയാൻ കഴിയില്ല, അത് മുഹീത്താണ്. എന്നാ പിന്നെ എന്താണ് അത് നമ്മളെ തരികൊള്ളൂല. കാരണം കാൽക്കുലേറ്റർ കണ്ടിന്യൂ കുറിച്ചുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെ അക്കീദന്റെ കിതാബിലൊക്കെ ഹൗന്ന് വേണ്ടാറില്ല. വല്ലാതെ ഹൗന്ന് വേണ്ടാണ്. അവിടെ ആയുധം വെച്ച് കീഴടക്കള എന്റെ കാൽക്കുലേറ്റർ ചെറുതാണെന്ന് അതിന്റെ വേന. നിന്റെ കാൽക്കുലേറ്റർ ചെറുതാണെന്ന് അതിന്റെ വേന. ഉമ്മിൽ പറയില്ലേ? അക്കീദന്റെ ഉമ്മിൽ പറയില്ലേ? ചെറുലക്കായില് മറ്റുള്ള അക്കീദന്റെ ചർച്ചയിലൊക്കെ പറഞ്ഞു അവസാനം പറയില്ലേ ഹൗന്ന് വേണ്ട പറഞ്ഞാൽ എന്റെ കാൽക്കുലേറ്റർ ചെറുതാണോ വേന. 8 ഡിജിറ്റിലോടത്ത് 15 ഡിജിറ്റ് വെച്ച് അമർത്തിയിട്ട് കാര്യമുണ്ടോ? ഹൗദ് വേണ്ടതായി പറയുന്നത്. അപ്പൊ അള്ളാഹു തആല ഇൽമിനെ കുറിച്ച് ധാരണയില്ലാത്തവരെ തെറ്റിദ്ധാരണ വന്നാണ്. അവർ തന്ന ബൈത്തിനും ബഹുജാകിതാബിനും അങ്ങനെ തെക്കിമീല തന്നിന്നും കണ്ടവർ മുഹീദിമാരെ രചിച്ച ഖാദി മുഹമ്മദ്, കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നവർ, ഖാദി മുഹമ്മദ് എന്ന് പേരുള്ളവർ. മഹാനവകളെ മുഹീദിമാരെ രചിക്കുന്നത് അവർ തന്നവരിന്നും ബഹുജാകിതാബിനും അങ്ങനെ തെക്കിമീല തന്നിന്നും കണ്ടവർ. അവർ തന്നവരിന്നും ബഹുജീനും തെക്കിമീലും കണ്ടതാണ് മുഹീദിമാലിൽ എടുത്തു വെച്ചതെന്നർത്ഥം. ആ ബഹുജയിൽ പറഞ്ഞതാണ് അള്ളാന്റെ എൽമ ഞാൻ അറിയും, അതിന് ഞാൻ അക്ഷരം പറഞ്ഞ് തിട്ടപ്പെടുന്നു. അള്ളാന്റെ എൽമൊക്കെ കൂടി അറിയുന്നു. വലിയ ശിർക്കാവിലെ എന്താ പറഞ്ഞത്? അള്ളാന്റെ എൽമ ഞാൻ അറിയുന്ന പറഞ്ഞതിന്റെ ഉദ്ദേശം അള്ളാന്റെ അസലിയായ എൽമിനെ അറിയുന്നല്ല, മുനസ്സലായ കലാമിനെ അറിയും. കാരണം അതുകൊണ്ടാ പിന്നീട് പറഞ്ഞ അക്ഷരം പ്രതി ഞാൻ തിട്ടപ്പെടുന്നു. അള്ളാഹുവിന്റെ അറ്റമില്ലാത്ത അസലിയായ ഇൽമിന് ഹർഫുൽ സൗത്തുല്ല. മുനസ്സലായ ഖുർആന്റെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇൽമല്ലാഹി എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ശേഷം മുഹ്സി ഹുറൂഫഹു പറഞ്ഞത്. മുഹ്സി ഹുറൂഫഹു എന്നത് മുനസ്സലായ ഖുർആൻ ഉദ്ദേശിക്കുന്നു എന്നതിന് ഖലീലത്താണ്. ഇത് സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വരികയാണ്. ഇൽമിന്റെ ആളുകളുടെ ചുമതല എന്താ? സാധാരണക്കാരനെ തെറ്റിദ്ധാരണ തീർക്കുക. വിദായിക്കാരൻ ചെയ്യുന്നത് എന്താ? സാധാരണക്കാരനെ കൂടുതൽ തെറ്റിദ്ധാരണയിലാക്കുക. അതുകൊണ്ട് ആലിമീങ്ങളുടെ ചുമതല ഭംഗിയായി നിർവഹിക്കണം. അമ്പിയാക്കന്മാര് ഭൂമി ലോകത്ത് നിർവഹിച്ച ചുമതല നിർവഹിക്കേണ്ടവരാണ് ആലിമീങ്ങൾ. സത്യസന്ധമായി ചുമതല നിർവഹിക്കണം. ആളുകളെ യോജിപ്പിക്കണം, ഒന്നിപ്പിക്കണം, ഭിന്നിപ്പിക്കരുത്. ആളുകൾക്ക് നന്മ ആഗ്രഹിക്കണം. അതീനും നസീഹ ഗുണകാംക്ഷയാണ് വീണ് നന്മ ആഗ്രഹിക്കണം. അങ്ങനെ സതുദ്ദേശപൂർവ്വം ആളുകളെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്ന പ്രബോധനങ്ങൾ, ഉത്ബോധനങ്ങൾ, പ്രചാരണ പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചു ഉമ്മത്ത് മുസ്ലിമയെ ഏകോദര സഹോദരന്മാരാക്കി തീർക്കുന്ന രീതിയിലുള്ള രീതി സ്വീകരിച്ച് ശൈലി അവലംബിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള സന്മനസ്സും സന്നദ്ധതയും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ദീനിന്റെ ഖിദ്മത്തിലായ നിലക്ക് ദീർഘായുസ്സും ആഫിയത്തും നമുക്ക് മഹലുകാർക്കും ബന്ധപ്പെട്ടവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. തെറ്റുധരിച്ച സർവ്വ സഹോദരന്മാർക്കും അല്ലാഹു ഹിദായത്തും സൽബുദ്ധിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക
أنت التواب الرحيم واغفر لنا وارحمنا ولوالدنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പ്രത്യേകം നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഖുർആൻ ക്ലാസ് മഹാനായ മംഗലാപുരം ഖാദി കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവർ തന്നെ അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം അസ്രംസ്കാരാനന്തരം വീണ്ടും ഖുർആൻ ക്ലാസ് എടുക്കുന്നതായിരിക്കുമെന്ന് അറിയിക്കുന്നു. എല്ലാവരെയും നിർബന്ധമായും അടുത്ത വെള്ളിയാഴ്ച അസറിന് ശേഷം ഇവിടെ എത്തണം. അധ്യക്ഷാനുമതി. ഇവിടെ നമുക്ക് വേണ്ടി ഉപദേശം തന്ന, വേണ്ട പോലെ സുന്നത്ത് ജമാഅത്തിനെ പഠിപ്പിച്ചു തന്ന മഹാനായ നാട്ടിക ഉസ്താദിനിക്ക് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷാനുമതിയോടുകൂടെ 3 സ്വലാത്തോടുകൂടി യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സ്വല്ലി അലാ